5 വർഷം കൂടിയുള്ള പഞ്ചായത്ത് ഇലക്ഷൻ ആഗതമായിട്ടിരിക്കുക അല്ലേ? അപ്പം ഒരു കാര്യം നിങ്ങൾ ചിന്തിക്കുക, നമ്മൾ കണ്ണടച്ച് നമ്മുടെ അപ്പൂപ്പനമ്മൂമ്മമാർ പറഞ്ഞ രീതിയിലുള്ള ഓരോ പാർട്ടിക്ക് വോട്ട് കുത്താതെ ഇരിക്കുക. കാരണം പരമ്പരാഗതമായി ഞങ്ങൾ കോൺഗ്രസ്സുകാരാണ്, ഞങ്ങൾ കമ്മ്യൂണിസ്റ്റുകാരാണ്, ഞങ്ങൾ BJPക്കാരാണ്, അല്ലെങ്കിൽ ആ പാർട്ടിയാണ് ഈ പാർട്ടിയാണ് എന്നൊന്നും പറഞ്ഞാതെ വോട്ട് കുത്താതെ നമ്മുടെ മക്കൾക്ക് നമ്മുടെ നികുതി പണം കൊണ്ട് നമുക്ക് വേണ്ടി സേവിക്കുന്ന ഒരു ഗവൺമെൻറ്റിന് വോട്ട് ചെയ്യാൻ, ഒരു പഞ്ചായത്തിന് വോട്ട് ചെയ്യാൻ, അല്ലെങ്കിൽ കോർപ്പറേഷന് വോട്ട് ചെയ്യാൻ നമ്മൾ തയ്യാറാകുക. അല്ലാതെ നമ്മൾ കണ്ണിൽ കണ്ടവരെയെല്ലാം ബഹുമാനിച്ച് ഓച്ചാനിച്ച് നമ്മളെ പേടിപ്പെടുത്തുന്ന രീതിയിൽ അല്ലെങ്കിൽ നടക്കുന്ന ഒരു ഗവൺമെൻറ്റിന് വോട്ട് ചെയ്തിട്ട് എന്ത് കാര്യം? നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കിയേ. റോഡിൽ കൂടെ പോവുകയാണെങ്കിൽ ഒരു ഗവൺമെൻറ് ഒരു മന്ത്രി പോവുകയാണെങ്കിൽ എത്ര സെക്യൂരിറ്റിയോടെ പോകുന്നത്? എന്തിനാ പേടിക്കുന്നത്? നമ്മൾ തിരഞ്ഞുവിട്ട ആളല്ലേ? നമ്മൾ എടുക്കപ്പെട്ടു വിട്ട ഒരാൾ പോകുന്ന കണ്ടിട്ടുണ്ടെങ്കിൽ നമുക്കാണ് പേടിയാവുന്നത്. അയ്യോ, ഓച്ചാനിച്ച് നമ്മൾ നിൽക്കുന്നു. അതിൻ്റെ ആവശ്യമില്ല അല്ലേ? ചിന്തിച്ച് നോക്കൂ. നമ്മളെ സേവിക്കാൻ വേണ്ടിയിട്ടാണ് അവരെ നമ്മൾ തിരഞ്ഞെടുത്തിട്ടുള്ളത്. അവർ നമ്മളെ എന്തിനാണ് ഭയപ്പെടുന്നത് പിന്നെ? അപ്പോൾ അവരുടെ കയ്യിൽ എന്തെങ്കിലും പണ്ട് പറയുന്നത് കേട്ടിട്ടില്ലേ, കീശയിൽ കനമുണ്ടെങ്കിലേ പേടിക്കേണ്ടുള്ളൂ എന്ന്. അപ്പോൾ എന്തോ ഒരു കള്ളത്തരം അവരുടെ കയ്യിലുള്ളതുകൊണ്ടാണ് ഇത്രയും സെക്യൂരിറ്റിയിൽ അവർ നടക്കുന്നത്. അപ്പം ഇനി വരുന്ന തലമുറയും ഇനി വോട്ട് കുത്താൻ പോകുന്ന തലമുറയും ഒന്ന് ചിന്തിക്കുക. നമ്മളെ സേവിക്കുന്ന നമ്മുടെ നികുതി പണം കൊണ്ട് നമുക്ക് നാടിൽ വികസനം വേണം, ജോലി വേണം, വിദ്യാഭ്യാസം വേണം, ആശുപത്രികൾ വേണം. നമുക്ക് ജനങ്ങൾക്ക് സുഭിക്ഷമായിട്ട് ജീവിക്കാനുള്ള എല്ലാ സംവിധാനങ്ങളും, റേഷൻ കടകളിൽ കൂടെ നല്ല ധാന്യങ്ങൾ വിതരണം ചെയ്യണം. ഇങ്ങനെയൊക്കെയുള്ള ഒരു ഗവൺമെൻറ്റിനെയാണ് നമ്മൾ ആവശ്യപ്പെടുന്നത്. പഞ്ചായത്താണെങ്കിലും ഏത് ഭരണസമിതിയാണെങ്കിലും എന്താണെങ്കിലും. അല്ലാതെ ജനങ്ങളെ ചൂഷണം ചെയ്ത് അമ്പലങ്ങളും പള്ളികളും മോഷ്ടിച്ച് സർവ്വതും കൈക്കലാക്കുന്ന ഒരു ഗവൺമെൻറ്റിനെയാണോ? ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലുന്ന ഗവൺമെൻറ് അല്ലേ വേണ്ടത്? ജനങ്ങളുടെ ആഗ്രഹങ്ങൾ എന്താണെന്ന് ചോദിച്ചു മനസ്സിലാക്കുന്ന ഒരു ഗവൺമെൻറ് അല്ലേ നമ്മൾക്ക് വേണ്ടത്? ഏത് ഗവൺമെൻറ് ആണെങ്കിലും. അപ്പോൾ അടുത്ത നമ്മുടെ സംസ്ഥാനത്തിൻ്റെ ഇലക്ഷനൊക്കെ വരുന്നുണ്ട്. അപ്പോൾ എല്ലാവരും നോക്കിയും കണ്ടും വോട്ട് ചെയ്യാൻ ശ്രമിക്കുക. നമ്മൾ ഈ പരമ്പരാഗതമായ വോട്ട് കുത്തലുകൾ ഒന്ന് നിർത്തുക. നമുക്ക് ഇഷ്ടപ്പെട്ടവരെയല്ല, നമ്മളെ സേവിക്കുന്ന കക്കലും മോഷണവും ഇല്ലാത്ത ഒരു നല്ല ഗവൺമെൻറ്റിനെയാണ് അത് പഞ്ചായത്ത് തൊട്ട് നമ്മൾ തിരഞ്ഞെടുക്കുക. ചില പഞ്ചായത്ത് ഇലക്ഷനൊക്കെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ മെമ്പർമാരെ നമ്മൾ കാണാറ് പോലും ഉണ്ടോ? അങ്ങനെ ഒരു മെമ്പർ ഉണ്ടെന്ന് നമ്മൾ അറിയാറുണ്ടോ? നമ്മളിലേക്ക് നാടുകളിൽ കൂടി ഇറങ്ങി എത്ര വോട്ട് ഉണ്ട് ഒരു വാർഡിൽ? ഒന്ന് ചിന്തിച്ച് നോക്കി. അപ്പം അത്രയും ആൾക്കാരെ പോലും കാണാൻ തയ്യാറാകാത്ത മെമ്പർമാർക്ക് നമ്മൾ വോട്ട് ചെയ്തിട്ട് എന്ത് കാര്യം? ചിലരുടെ ബിനാമിയായിട്ട് തന്നെ മെമ്പർമാർ നിൽക്കുന്നുണ്ട്, ചില ആൾക്കാർ നിർത്താറുണ്ട്. എന്തിനാണ് അങ്ങനെ നിർത്തുന്നത് നമുക്ക് മനസ്സിലാകുന്നുമില്ല. അവരവരുടെ കാര്യങ്ങൾ നേടിയെടുക്കാൻ ഏതെങ്കിലും ഒരു പാർട്ടിക്കാരൻ്റെ ഏതെങ്കിലും ഒരു പാവപ്പെട്ടവനെ പിടിച്ചു നിർത്തി അതിൽ നിന്ന് ഊറ്റിയെടുക്കുന്ന എന്നെന്നാ പറയുന്ന കൊതുകുകളായിട്ടുള്ള ചില മുന്നണിക്കാരും ഉണ്ട്. അപ്പം നമ്മളെല്ലാം ചിന്തിക്കുക. വോട്ട് കുത്തുമ്പോൾ നമ്മുടെ മക്കളോട് പറയുക, നിങ്ങൾക്ക് ഇഷ്ടമുള്ള ആൾക്കാർക്ക് കുത്താൻ ശ്രമിക്കുക. ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, നമുക്ക് എന്തെങ്കിലും ഗുണമുണ്ടോ എന്ന് നോക്കുക. നാടിനെ സേവിക്കുന്നവരാണ്, നമ്മുടെ നികുതി പണം കൊണ്ടാണ് ഇവരുടെ കീശ വീർക്കുന്നത് എന്നുള്ള ചിന്തയോടുകൂടി നമ്മൾ ശ്രദ്ധിച്ച് വോട്ട് കുത്താൻ ശ്രമിക്കുക. അത് ഏത് ഇലക്ഷൻ വന്നാലും നമ്മളെപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ചുമ്മാ ഉള്ളവർക്കൊന്നും വോട്ട് കുത്തിയിട്ട് അവരെ വിജയിപ്പിച്ച് അവരുടെ കുടുംബം രക്ഷപ്പെടുത്തിയിട്ട് നമുക്കെന്ത് കിട്ടും? നമ്മുടെ കയ്യിലിരിക്കുന്ന പൈസ കൊടുത്തിട്ടാണ് അവർ ജീവിക്കുന്നതെന്ന് ചിന്തിക്കുക. അവർ ജനപ്രതിനിധികളാണ്, അല്ലാണ്ട് രാജാക്കന്മാരല്ല. രാജഭരണമൊക്കെ പോയി. നമ്മൾ അങ്ങനെ ഓച്ചാനിച്ച് ബഹുമാനിക്കേണ്ട കാര്യമൊന്നും ഇവരില്ല. പല മന്ത്രിമാരും നമ്മുടെ റോഡിൽ കൂടെ പോകുന്നത് കാണുമ്പോൾ മുണ്ടഴിച്ചിട്ട് നിന്നാണ് സേവിക്കുന്നത്. അതിൻ്റെ ഒന്നും ആവശ്യമില്ല. എന്തിനാണ് അവരെ ഇങ്ങനെ ഇത്രയും പേടിക്കേണ്ട കാര്യം? ഒന്ന് ചിന്തിച്ച് നോക്കാൻ വേണ്ടിയാണ്. അപ്പോൾ ഇലക്ഷന് നമ്മളെ ഇഷ്ടപ്പെടുന്ന, നമ്മളെ നാടിനെ സേവിക്കുന്ന നല്ല കാര്യങ്ങൾ ചെയ്യുന്നവർക്ക് വോട്ട് കുത്തുക. അതാട്ടോ വേണ്ടത്. എല്ലാവർക്കും ഒന്ന് വോട്ട് കുത്തി നമ്മുടെ വിലയേറിയ സമ്മതിദാനാവകാശം കളയണ്ട.